ടീസർ ആരംഭിക്കുന്നതും ഉടനീളം മെയിനായി കാണിക്കുന്നതുമായ സീക്വൻസ് നടക്കുന്നത് നോർത്തേൺ ഇറാഖിലുള്ള ഖറാഖോഷ് എന്ന സ്ഥലത്താണ്. റിയൽ ലൈഫിൽ 2014 IS ഇൻവേഡ് ചെയ്തതോടെ ഇവിടെയുള്ള മോസ്റ്റ്ലി ക്രിസ്ത്യൻ പോപ്പുലേഷനായ ജനങ്ങൾ ഫ്ലഡ് ചെയ്തു. അങ്ങനെ ഖറാഖോഷ് ഒരു ഗോസ്റ്റ് ടൗണായി മാറി. പിന്നീട് 2016 ബാറ്റിൽ ഓഫ് മൊസൂളിലൂടെ ഇറാഖി ഗവൺമെന്റ് ഫോഴ്സസ് തിരിച്ചുപിടിച്ച റീജിയൻസിൽ ഒന്നായത്. അങ്ങനെ വീണ്ടും ജനങ്ങൾ ഖറാഖോഷിലേക്ക് തിരികെ എത്തി. ടീസറിൽ കാണിക്കുന്ന ഗോസ്റ്റ് ടൗൺ ആയിട്ടാണ് എന്നതിനാൽ ഒരുപക്ഷെ 2014 2016 ഇടയിൽ നടക്കുന്ന സീനാകാം ഇത്. കരോളിൻ കോസിയോന്റെ ക്യാരക്ടർ ലീഡ് ചെയ്യുന്ന ആർമഡ് ഫോഴ്സസ് അവിടെ എത്തിയിരിക്കുന്നത് കബൂഗ കാർട്ടലിനെയും ഖുറേഷി അബ്രാം നെക്സസിനെയും ഒരുമിച്ച് കിട്ടും എന്നതിനാലാണ്. ലൂസിഫറിന്റെ എൻഡിങ്ങിലും കബൂഗയെ പറ്റി നമ്മൾ കേട്ടിരുന്നു. ഫെലീസിയൻ കബൂഗ ആഫ്രിക്കൻ രാജ്യമായ റവാണ്ടയിലെ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. 8 ലക്ഷത്തോളം ആൾക്കാർ മരിച്ച 1994 റവാണ്ടൻ ജനോസൈഡിന് ഫണ്ടും ഇൻഫ്ലുവൻസും പ്രധാനമായും നൽകിയത് കബൂഗയായിരുന്നു. അറ്റാക്കേഴ്സിന് വെപ്പൺ സപ്ലൈയും ഹെയ്റ്റ് മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്ന റേഡിയോ സ്റ്റേഷനും അങ്ങനെ കബൂഗ ചെയ്ത കുറ്റങ്ങൾ ഒരുപാടാണ്. 26 വർഷത്തോളം ആർക്കും പിടികൂടാനാകാത്ത കബൂഗ ഫേക്ക് ഐഡന്റിറ്റീസിൽ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിച്ചു. 2020 അവസാനം കബൂഗയെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഈ ഡയലോഗ് പറയുമ്പോൾ സബ്ടൈറ്റിൽ നോക്കിയാൽ കാണാം ഖുറേഷി അബ്രാം എന്ന പേരിന്റെ നടുക്ക് ഒരു ഹൈഫൺ ഇട്ടിരിക്കുന്നത്. ഖുറേഷി അബ്രാം ഒരാളുടെ പേരല്ല, മറിച്ച് 2 വ്യക്തികളുടെ നെയിമാണ് എന്ന തിയറി ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ലൂസിഫറിന്റെ ഓപ്പണിംഗ് സീനിൽ തന്നെയുള്ള ന്യൂസ് പേപ്പർ കട്ടിങ്സിൽ ഇതേ വിഷയം പറഞ്ഞ ഒരു ആർട്ടിക്കിളും നമ്മൾ കണ്ടിരുന്നു. ലൂസിഫർ എൻഡിങ് സീനിൽ അബ്രാം ഖുറേഷി അബ്രാം എന്നാണ് പറയുന്നത്. ബോണ്ട് ജെയിംസ് ബോണ്ട് എന്നതുപോലെയാണെന്ന് അന്ന് കരുതിയെങ്കിലും ഇപ്പോൾ ഡിസ്കഷൻസ് എല്ലാം കാണുമ്പോൾ ഒരു സംശയം. നെക്സസ് എന്നാൽ ലിങ്ക് അല്ലെങ്കിൽ കണക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. അത് പ്രത്യേകം എടുത്തു പറയുന്നതിനാൽ ഖുറേഷിയും അബ്രാമും 2 സെപ്പറേറ്റ് ഗ്യാങ്സിന്റെ ലീഡേഴ്സായ പേഴ്സൺസ് ആകാൻ സാധ്യത ഏറെയാണ്. മമ്മൂട്ടി ഖുറേഷിയായി വരുമെന്നാണ് വലിയൊരു തിയറിയായി ഇപ്പോൾ കറങ്ങി നടക്കുന്നത്. മുരളി ഗോപി മമ്മൂക്കയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത പോസ്റ്റിൽ പൃഥ്വിയുടെ കമന്റും മഹേഷ് നാരായൺ പ്രൊജക്റ്റിൽ ലാലേട്ടൻ കൺഫേം ആകുന്നതിന് മുമ്പേയും ഉണ്ടായിരുന്ന വലിയ റൂമർ ആയിരുന്നു മമ്മൂക്ക L2വിന്റെ അവസാനം വരുമെന്നും L3യിലുടനീളം ഉണ്ടാകുമെന്നതും. എന്തായാലും നിലവിൽ ഇത് റൂമർ മാത്രമാണ്. അതിലേക്ക് അതുകൊണ്ട് അധികം ഡീപ്പ് ഡൈവ് ചെയ്യുന്നില്ല. ലെറ്റ്സ് സീ. ടൈറ്റിൽ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ എമ്പുരാനിലെ ചുവന്ന അക്ഷരത്തിലുള്ള 2 A ലെറ്റേഴ്സ് എന്താണെന്നുള്ളത് വലിയൊരു ആകാംക്ഷയായിരുന്നു. AA അഥവാ അർജന്റം ആസ്ട്രം, ഇംഗ്ലീഷ് മീനിങ് പറഞ്ഞ സിൽവർ സ്റ്റാർ അഥവാ വെള്ളി നക്ഷത്രം. ഒരു റിയൽ ലൈഫ് മിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പേരാണിത്. 1907 അലിസ്റ്റർ ക്രൗളി എന്ന ആളാണ് ഈ ഓർഗനൈസേഷൻ തുടങ്ങിയത്. എല്ലാ വ്യക്തികളെയും പെർഫെക്റ്റ് ആക്കി ഹ്യൂമാനിറ്റി അപ്ഗ്രേഡ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ പലതരം സെറിമണീസും നടത്തി വന്ന ഈ ഓർഗനൈസേഷന്റെ ഐഡിയോളജീസും കർമ്മങ്ങളും എൽഡർ ബുദ്ധിസം, വേദാന്തിക് യോഗ എന്നീ ഈസ്റ്റേൺ കൾച്ചറുമായും കണക്റ്റഡ് ആയിരുന്നു. എന്നാൽ ഈ ഓർഗനൈസേഷനായി ഒരു ബന്ധവും നമുക്ക് ഈ ടീസറിൽ നിന്ന് കിട്ടുന്നില്ല. ഖുറേഷി അബ്രാം എന്ന പേരിന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് 2 പേഴ്സൺസ് ആണെങ്കിൽ ചിലപ്പോൾ അവരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ AA ഉപയോഗിച്ചതാകാനും സാധ്യതയുണ്ട്. ആകെ 2 ലെറ്റേഴ്സ് മാത്രമാണ് രക്തത്തിൽ പൊതിഞ്ഞിരിക്കുന്നത്. എമ്പുരാനിലെ വില്ലൻ ആരാണെന്നത് മാത്രം ഇതുവരെ റിവീൽ ആയിട്ടില്ല. നേരത്തെ പോസ്റ്ററിൽ വന്ന യക്കൂസ ഡ്രാഗൺ സിംബൽ ഒരു സമയത്ത് വലിയ ചർച്ചയായിരുന്നല്ലോ. ആ പോസ്റ്ററിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന നാനാ പടേക്കർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ലൂസിഫറിൽ ബോബി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ലൈറ്ററിൽ ഇതേ യക്കൂസ സിംബൽ നമ്മൾ കണ്ടിരുന്നു. സോ ബോബിക്ക് പിന്നിലുള്ള യക്കൂസ ഗ്യാങ് ഖുറേഷിക്കെതിരെ വരുമെന്നൊക്കെയായിരുന്നു ആ സമയത്തെ റൂമേഴ്സ്. ഈ ടീസറിൽ വില്ലെന്ന് സംശയിക്കാവുന്ന ഒരു ഷോട്ടാണ് JCBയും അതിനു ചുറ്റും ഒരു കൂട്ടം ജീപ്സും രാത്രി നിരന്നു നിൽക്കുന്നത്. മിക്കവാറും പാർട്ടി ഓഫീസ് തകർക്കാൻ വരുന്ന നാട്ടിലുള്ള ഒരു വില്ലൻ സംഘമാണെന്ന് തോന്നുന്നു. സ്റ്റീവന് പ്രിയപ്പെട്ടവരെ ഇല്ലാതാക്കാൻ വരുന്ന ഒരു വില്ലൻ സംഘം. ഈ കോൺഫ്ലിക്റ്റിൽപ്പെട്ട് ജതിൻ രാംദാസ് മരിക്കുമെന്ന് ചില തിയറീസ് ഉണ്ട്. എസ്പെഷ്യലി ജതിനെ ജീസസ് ആയി ആദ്യ സിനിമ തന്നെ സിംബലൈസ് ചെയ്ത് ഇതിലേക്ക് കൂടുതൽ വിരൽ ചൂണ്ടുന്നു. ക്രൗഡിന്റെ നടുക്കൂടി പ്രിയദർശിനി നടന്നൊരു സീനുണ്ട്. ഇത് ജതിന്റെ മരണമോ അല്ലെങ്കിൽ അതിനുശേഷമുള്ളൊരു ഇലക്ഷൻ റിലേറ്റഡ് എന്തെങ്കിലും ആകാനും സാധ്യതയുണ്ട്. രാത്രിയിൽ കത്തി അമരുന്നൊരു മരത്തിന് മുന്നിൽ പ്രിയദർശിനി നമ്മൾ കാണുന്നുണ്ട്. ഇതേ മരം പോലെ തോന്നിക്കുന്നതിന് മുന്നിൽ തന്റെ സംഘത്തോടൊപ്പം എബ്രാമായിട്ടല്ല സ്റ്റീഫനായി മുണ്ടുമടക്കി നിൽക്കുന്ന ലാലേട്ടനെ നമുക്ക് കാണാം. ഒരു ചെറിയ കുട്ടി കൈപിടിക്കുന്ന ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. മിക്കവാറും ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ട ഓർഫനേജിലെ കുട്ടിയാകും ഇത്. ദൂരെ ബ്ലറായി കാണുന്നത് പ്രിയദർശിനിയും ജതിനും ഒക്കെ ആകാം. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എബ്രാം നാട്ടിലേക്ക് തിരികെ വരുന്നതും പിന്നീട് സ്റ്റീഫൻ ഗെറ്റപ്പിലേക്ക് മാറുമെന്നതുമൊക്കെ ഇതിലൂടെ ടീസ് ചെയ്തു. എമ്പുരാനിൽ പൃഥ്വിരാജിന്റെ സയ്യദ് മസൂദ് ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയും ഉണ്ടാകുമെന്ന് സിനിമ അനൗൺസ് ചെയ്തപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പിന്നീട് സലാറിൽ പൃഥ്വിയുടെ ചെറുപ്പകാലം അഭിനയിച്ച ആക്ടറിനെ കാസ്റ്റ് ചെയ്തതോടെ അത് കൺഫേമായി. യങ് സയ്യദിന്റെ ഒരു ഷോട്ട് നമ്മൾ ടീസറിൽ കാണുന്നുണ്ട്. പിന്നിൽ കത്തുന്ന തീ, കൈകളിൽ ഒരു കുഞ്ഞു. സ്റ്റീഫൻ എങ്ങനെ എബ്രാമായി എന്നത് കഥയേക്കാൾ കൂടുതൽ സയ്യദ് എങ്ങനെ എബ്രാമിന്റെ വലങ്കയ്യ എന്നത് എമ്പുരാനിൽ നമ്മൾ കണ്ടേക്കാം. ടീസറിൽ പലരും പോരായ്മയെ പറഞ്ഞത് ഏട്ടന്റെ ഗൺ ഷോട്ട് ആയിരുന്നു. എന്നാൽ ടീസറിൽ ഉള്ളതെല്ലാം സിനിമയിലുണ്ടെങ്കിലും ചില ഷോട്ട്സ് കാണില്ല എന്ന് പൃഥ്വി തന്നെ ലോഞ്ച് ഇവന്റിൽ പറഞ്ഞിരുന്നു. എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ I would have shot something in that location just for the promo, but the overall premise and the mood is very honest. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ. അതായത് നമ്മൾ ആ കണ്ട ഗണ്ണിന്റെ സെയിം ഷോട്ട് ആയിരിക്കില്ല സിനിമയിൽ ഉണ്ടാകുക. ടീസറിന്റെ കൂടെ ഇറക്കിയ പോസ്റ്ററിൽ തന്നെ സെയിം വിഷ്വലിന്റെ ഡിഫറെന്റ് ആംഗിളിലുള്ള ഷോട്ട് കണ്ടത് ഇത് ഊട്ടി ഉറപ്പിക്കുന്നു. ഈ ഒരു ടീസറിലാണെങ്കിലും നേരത്തെ വന്ന പോസ്റ്ററിലാണെങ്കിലും ഇവൻ ആദ്യ സിനിമയിലാണെങ്കിൽ പോലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഗോവർദ്ധൻ. ഇവരെ ഒന്നും കാണുമ്പോൾ കിട്ടാത്തൊരു ഫീൽ ഗോവർദ്ധനെ കാണുമ്പോൾ കിട്ടുന്നുണ്ട്. അതിന് കാരണം നമ്മളെപ്പോലെ തന്നെ എന്താണ് നടക്കുന്നതെന്നൊരു ക്ലൂ ഇല്ലാത്ത, എന്നാൽ അതെന്താണെന്ന് അന്വേഷിച്ച് പോകുന്ന ഒരു ക്യാരക്ടറാണ് ഗോവർദ്ധൻ.
അപ്പോൾ കഴിഞ്ഞ സിനിമയിൽ സ്റ്റീഫനെതിരെയായിട്ടാണ് നിന്നതെങ്കിൽ ഏറ്റവും അവസാനം നടന്ന സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റീഫന് സപ്പോർട്ടായിട്ട് തന്നെ ആയിരിക്കണം ഇപ്പോൾ ഗോവർദ്ധൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സത്യങ്ങളും പുറത്തു വന്ന് സ്റ്റീഫന് അനുകൂലമായിട്ട് പല സാഹചര്യങ്ങളും വരാൻ ഗോവർദ്ധൻ ഒരു വലിയ കാരണമായേക്കാമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഈ സിനിമയും തുടങ്ങുന്നത് കഴിഞ്ഞ സിനിമ പോലെ തന്നെ ഗോവർദ്ധനിൽ നിന്ന് തന്നെ ആയേക്കാം. ഇതുകൂടാതെ കഴിഞ്ഞ പാട്ടിലുണ്ടായിരുന്ന സ്റ്റീഫൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള 666 നമ്പർ കാർ ഗോഡൌണി പൊടി പിടിച്ച് കിടക്കുന്ന കാണാം. പക്ഷേ ആ കാറിന് മുകളിലുള്ള ഷീറ്റ് ആരോ എടുത്ത് മാറ്റുന്നതായിട്ട് നമുക്കൊരു ഷോട്ടിൽ കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്രഹാം നാട്ടിലേക്ക് തിരിച്ചെത്തി സ്റ്റീഫൻ ആവുന്ന സമയത്തുള്ള ഒരു ഷോട്ട് തന്നെയായിരിക്കാം ഇത്. സോ നമുക്ക് വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ കൂടെ ഈ സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരു ആൾട്ടർ ഈഗോയെ കാണാൻ പറ്റിയേക്കും. എനിക്ക് തോന്നുന്നു എബ്രഹാമിനേക്കാളും കൂടുതൽ ഓളം ഉണ്ടാക്കാൻ പോകുന്ന തിയേറ്ററിൽ സ്റ്റീഫൻ തന്നെ ആയിരിക്കുമെന്ന്. ഇതുകൂടാതെ ആ ഒരു ഇൻട്രോ സീനിൽ തന്നെ നമുക്ക് ആ മോതിരം കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ സിനിമയുടെ ഏറ്റവും അവസാനം നമ്മൾ കണ്ട ഒരു മോതിരമായിരുന്നു. ഇത് സിക്കാഡ ആണെന്നൊക്കെ പറഞ്ഞ കുറേ തിയറികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സിക്കാഡയല്ല, ഇത് ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രഗ് കാർട്ടലിൻ്റെ സിമ്പിളാണെന്ന് പിന്നീട് പറയപ്പെടുകയുണ്ടായി. പക്ഷേ സ്റ്റീഫൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന്. സോ മിക്കവാറും പണ്ട് ഡ്രഗ് കാർട്ടലിൽ ഉണ്ടായിരുന്ന, എന്നാൽ പിന്നീട് അതിൽ നിന്നും മാറി അതിൻ്റെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കുന്ന ഒരാളായിട്ടാകാം ഒരുപക്ഷെ എബ്രഹാമിനെ കൊണ്ടുവരുന്നത്. എന്തായാലും ലെറ്റ്സ് സീ. ഓവറോൾ ടീസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ലൂസിഫറിൻ്റെ ടീസർ വളരെ കുറച്ച് ലെങ്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് ലൂസിഫറിൻ്റെ ടീസറിനെക്കാട്ടിലും ലൂസിഫറിൻ്റെ ട്രെയിലറുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം ഏകദേശം ആ ഒരു ഫോർമാറ്റാണ് എനിക്കിവിടെ എമ്പുരാൻ ടീസറിൽ കാണാൻ സാധിച്ചത്. മിക്കവാറും അടുത്തൊരു ട്രെയിലർ ഉണ്ടാകുമോ എന്നുള്ള ഡൗട്ടാണ്. കാരണം കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം ലെങ്തിയുമാണ്. സോ അടുത്തൊരു ട്രെയിലർ ഉണ്ടാകുമോ എന്ന് ഡൗട്ടാണ്. മിക്കവാറും ഈ ഒരു ടീസറിൽ തന്നെ നിന്ന് പ്രൊമോഷൻസ് പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയൊരു ട്രെയിലർ ഇല്ലെങ്കിൽ കൂടെ ഈ സിനിമയ്ക്കുള്ള ഹൈപ്പ് വളരെ വലുതുമാണെന്ന് പൃഥ്വിരാജിനെ തന്നെ അറിയുകയും ചെയ്യാം. മാത്രമല്ല ഇതിൽ മ്യൂസിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ദീപക് ദേവിൻ്റെ മ്യൂസിക് ആക്ച്വലി നൈസായിട്ടുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഒരു സംഭവമായിട്ട് തോന്നിയില്ലെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ആ ഒരു ഇംഗ്ലീഷ് സോങ്ങിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ്. അങ്ങനെ ലിറിസിസ്റ്റ് എന്ന ഒരു ഏരിയയിലേക്കും പൃഥ്വി കടന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ തിയറീസ്, എസ്പെഷ്യലി മമ്മൂക്ക എമ്പുരാനിൽ ഉണ്ടാകുന്ന പറഞ്ഞ തിയറിയൊക്കെ ഒരുപാട് കാട് കയറി കുറേ പോസിബിലിറ്റീസ് ഒക്കെ പറയാം. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി LCU തിയറീസ്, അതായത് LEO വന്ന സമയത്ത് കുറേ പേര് കുറേ തിയറീസ് പറഞ്ഞു. എല്ലാവരും ഒരു പോസിബിൾ ആണോ അല്ലയോ നോക്കാതെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെയാണ് പറഞ്ഞതെന്ന് തോന്നി. ഇപ്പോൾ തന്നെ രാംചരൺ കെമി വരും എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഒരു ബന്ധവും ഇല്ലാത്ത സാധനമൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഇവച്വലി പടത്തിൽ നടന്നില്ല. ഒരു 90% തിയറീസും പടത്തിൽ വന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ തിയറി അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ എന്ന ഒരു ഹോൾ സെറ്റപ്പിനോട് തന്നെ ആൾക്കാർക്ക് വെറുപ്പാവാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗണിലോട്ടൊക്കെ കടക്കുന്നത് മാർവൽ കാരണമാണ്. മാർവലിൻ്റെ ഒരു പീക്ക് ടൈമിൽ കുറേ വീഡിയോസൊക്കെ ചെയ്താണ് ഈ ഒരു ഫീൽഡിലോട്ട് കിടക്കുന്നത്. പക്ഷേ പിന്നീട് ഇപ്പം മാർവൽ ആണെങ്കിലും ഡൗൺ ആയി. അങ്ങനെ ഒത്തിരി കാലം കൂടെ നമുക്ക് മോളിവുഡിന് ഒരു ബ്രേക്ക് ഡൗൺ വൃത്തിയായിട്ടൊരു കണ്ടന്റ് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയിലും ഇറങ്ങുന്ന എല്ലാ പടത്തിനും ട്രെയിലർ ബ്രേക്ക് ഡൗൺ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലൊരു മൂവി ഇപ്പോഴാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതും. അപ്പോൾ അടുത്ത ഇനി വീഡിയോസ് നമ്മൾ ലൂസിഫർ റിലേറ്റഡൊക്കെ ചെയ്യുവാണെങ്കിൽ പോലും ഒരുപാടങ്ങ് വെറുപ്പിക്കാതെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എമ്പുരാൻ എന്നീയൊരു മൂവി റിലീസാകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഹൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻസ് വളരെ വലുതാണ്. എസ്പെഷ്യലി ലൈക്ക പ്രൊഡക്ഷൻസ് ഒക്കെ മലയാളത്തിലോട്ട് വരുവാണ്. മാത്രമല്ല ലാലേട്ടൻ്റെ ഒരു കംബാക്ക്, പൃഥ്വിയിലുള്ള വിശ്വാസം, അങ്ങനെ എല്ലാം കൊണ്ട് എമ്പുരാൻ ഈ വർഷത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിമാണ് മോളിവുഡിൽ. അതും മാർച്ചിൽ തന്നെ ഈ ഒരു മൂവി വരുന്നുണ്ട്. മൂവിയുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റിലിടണമെന്ന് ഞാൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം എല്ലാവർക്കും ഹ്യൂജ് എക്സ്പെക്ടേഷൻസ് ആണ്. ഡിസപ്പോയിൻമെൻറ്റ്സ് ഒന്നും തന്നെ ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില പടങ്ങളുണ്ട്, അതിനപ്പുറത്തേക്കുള്ള എക്സ്പീരിയൻസ് തരുന്നത്. അത്തരത്തിലുള്ളൊരു പടമാകും എമ്പുരാൻ എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ലൂസിഫർ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഹൈ ലെവൽ എക്സ്പീരിയൻസ് കിട്ടിയ ഒരാളെന്ന നിലയിൽ ഈ ഒരു സിനിമ കാണാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിപ്പോൾ മോളിവുഡ് ആയിക്കോട്ടെ, കോളിവുഡ് ആയിക്കോട്ടെ, ഹോളിവുഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്യുന്നുണ്ട്. ഇത്തരം കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾ നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റൊരു വഴിയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.